ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. വിഷൻ ഷൊർണൂർ പദ്ധതിക്ക് പ്രാധാന്യം നൽകി ഷൊർണൂർ നഗരസഭ ബജറ്റ് അവതരിപ്പിച്ചു. 71.03 കോടി രൂപ വരവും 63.45 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് നഗരസഭാ ഉപാധ്യക്ഷൻ VK അനുരാജ് അവതരിപ്പിച്ചത്. കുളപ്പള്ളി ഷൊർണൂർ പാതയിൽ നിന്ന് കുളപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് ബൈപ്പാസ് പാത നിർമ്മിക്കാൻ 1 കോടി രൂപ നീക്കിവെച്ചു. എല്ലാവരെയും ഈ ചർച്ചയിൽ പങ്കെടുത്ത ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക. ഇവിടെ ഒരു പൊതുബോധം നിലവിലുള്ളത് എന്താ വെച്ചാൽ ആര് ബഡ്ജറ്റ് അവതരിപ്പിച്ചാലും പ്രതിപക്ഷത്തുള്ള ആളുകൾ അതിനെ ഒന്നും ഇതിലില്ല, ശ്രീശങ്കർ പറഞ്ഞ പോലെ സ്വപ്നമാണ് എന്നൊക്കെ പറഞ്ഞ് എതിർക്കലാണ്. പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെങ്കിൽ നമ്മൾ ഈ ചിന്തിക്കുന്ന പോലെയൊന്നും അല്ല പുറത്തെ ജനങ്ങൾ ചിന്തിക്കുന്നത് എന്നാണ്. ഞാൻ ഈ കൗൺസിലിന്റെ ഇതിലേക്ക് അധികാരത്തിൽ വൈസ് ചെയർമാനായി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പദ്ധതി ഞാൻ ഇവിടെ വെച്ചതിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ചെയർപേഴ്സന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ പദ്ധതി രൂപീകരിച്ചതിൽ മനസ്സിലായിട്ടുണ്ടാവും. നഗരസഭയിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും നഗരസഭയിൽ പ്രതിപക്ഷ ഭരണപക്ഷ കൗൺസിലർമാർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാ കൗൺസിലർമാരുടെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും നന്നാവണം എന്നാണ് നമ്മൾ വിശ്വസിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി ജയിച്ച കൗൺസിലർമാരുടെ 18 കൗൺസിലർമാരുടെ വാർഡിൽ ഒരുപാട് ഫണ്ട് വെച്ച് അവിടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നടത്തി ആ വാർഡുകളെല്ലാം നന്നാക്കി. ബാക്കി വരുന്ന 17 വാർഡുകൾ ഒരു പ്രവർത്തനം നടത്താതെ ആകെ മോശമായി കടന്ന ഈ നഗരസഭ നല്ല നഗരസഭയായി എന്നൊരു ബോധ്യം, അതൊന്നും ഇന്നത്തെ കാലത്തെ ജനസമൂഹം അംഗീകരിക്കുന്ന ഒരു ഏർപ്പാടോ അങ്ങനെയുള്ള വിഷയങ്ങളോ ഇല്ല. ആളുകളൊക്കെ ആ യുഗാന്തരത്തിൽ നിന്നൊക്കെ ഒരുപാട് മുന്നിലേക്ക് വന്ന കാലഘട്ടം നമ്മൾ ജീവിക്കുന്നത്. എന്റെ വാർഡിൽ നടത്തുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും അതിന്റെ കഴിവുകൊണ്ടാണ്, ഇന്റെ മേന്മ കൊണ്ടാണെന്നൊക്കെ എനിക്ക് വിശ്വസിക്കാം. പക്ഷെ അത് ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കണം എന്നൊന്നുമില്ല. ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ഈ കൗൺസിലിന്റെ അധികാരത്തോടുകൂടി, കൗൺസിലിന്റെ അംഗീകാരത്തോടുകൂടി നടക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് എന്ന് മനസ്സിലാക്കാനുള്ള പൊതുബോധമൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ മാനങ്ങൾ കണ്ട നമ്മളിപ്പോ നിങ്ങളൊക്കെ പ്രസംഗിച്ച പോലെ നമ്മൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പുറന്തള്ളപ്പെടുന്ന വ്യക്തികളായി മാറും എന്ന ബോധ്യം നമ്മൾ ജനപ്രതിനിധികൾ എന്ന രീതിയിൽ നമുക്ക് കാണാം. ഇപ്പൊ വരുന്ന യുവാക്കളും യുവതികളും ഒക്കെ അവർക്കൊക്കെ വ്യക്തമായ രാഷ്ട്രീയങ്ങൾ ഉണ്ടെങ്കിലും അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അവർ ഈ നാടിനോട് ചേർന്ന് ഈ നാടിന് വേണ്ട വികസന പ്രവർത്തനങ്ങൾ ഏത് തരത്തിലൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട് ഈ നഗരസഭയിൽ ഞങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ എന്ന രീതിയിലാണ്. ഇപ്പൊ ഞാൻ ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾ സംസാരിച്ചത് ഭരണപക്ഷ അംഗങ്ങൾക്ക് ഇതിൽ വേണ്ട ഏതെങ്കിലും ഞാൻ വിട്ടുപോയ അല്ലെങ്കിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന നിലയിൽ ഞങ്ങൾ ആസൂത്രണം ചെയ്ത ബഡ്ജറ്റിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് ചൂണ്ടിക്കാട്ടാണ്. പ്രതിപക്ഷ നിര എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അങ്ങനെ ഒരു നിര ശരിക്കും ഭരണം ഈ നഗരസഭ കൗൺസിൽ പ്രതിപക്ഷ നേതാവോ അങ്ങനെ പ്രതിപക്ഷം എന്ന രീതിയിൽ ഇല്ലെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി അത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ വാർഡിലേക്ക് ചെന്ന ജനങ്ങൾ നിങ്ങളെ ചീത്ത പറയുന്നില്ല. ആ രീതിയിലുള്ള പൊതുബോധങ്ങളൊക്കെ മാറ്റി നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മുന്നിട്ടിറങ്ങണം. ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ആ രീതിയിലാണ് നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നൊരു ബോധം നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾക്ക് വേണം എന്നാണ് ഞാൻ ഇതിൽ പറയാനുള്ളത്. കുളപ്പള്ളി ബസ് സ്റ്റാൻഡ് സജ്ജമാക്കാൻ പദ്ധതി ഗുണം ചെയ്യുമെന്ന ബജറ്റ് പ്രസംഗത്തിൽ ഉപാധ്യക്ഷൻ പറഞ്ഞു. ഷൊർണൂർ ടൗണിലെ പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കാൻ ആധുനിക പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്താൻ 25 ലക്ഷം രൂപ വകയിരുത്തി. ഷൊർണൂർ നഗരത്തിൽ മൊബിലിറ്റി ഹബിനായി 30 ലക്ഷം രൂപയും അനുവദിച്ചു. ഭവനരഹിതർക്ക് വീട് നിർമ്മിക്കാൻ സ്ഥലം വാങ്ങാനായി 1 കോടി രൂപയും PMAY ലൈഫ് പദ്ധതിക്കായി 3 കോടി രൂപയും ഉൾപ്പെടെ 4.7 കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട്. നെൽകൃഷി വികസനത്തിനായി 40 ലക്ഷം, ജലസേചന പദ്ധതികൾക്കായി 25 ലക്ഷം, ഇരുമ്പുരുക്ക് വ്യവസായ മേഖലയ്ക്കായി 5 ലക്ഷം, യുവാക്കൾക്ക് ടർഫ് നിർമ്മിക്കാൻ 35 ലക്ഷം,
ഭാരതപ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ 2ാം ഘട്ടത്തിനായി 15 കോടി, കുളങ്ങളുടെ നവീകരണത്തിനായി അമൃത് പദ്ധതിയിൽ നിന്ന് 6.52 കോടി, കുടിവെള്ള വിതരണത്തിന് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന്റെ 3ാം ഘട്ടത്തിനായി 11 കോടി രൂപയും അനുവദിച്ചു. നഗരസഭയുടെ പദ്ധതികളെല്ലാം ആവർത്തനങ്ങളാണെന്നും പുതിയ പദ്ധതികളൊന്നും വരുമാന വർധനവിനായി ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും കോൺഗ്രസ് കൗൺസിലർമാരായ കെ കൃഷ്ണകുമാറും വി കെ ശ്രീകൃഷ്ണനും പറഞ്ഞു. നഗരസഭ ചെയർമാൻ, നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ, അതുപോലെ നഗരസഭാ കൗൺസിലർമാർ, നഗര സെക്രട്ടറി, നഗരസഭാ ജീവനക്കാർ, മറ്റു മാധ്യമ പ്രവർത്തകർ, മറ്റു പ്രിയമുള്ള സുഹൃത്തുക്കൾ, 2025-26 വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റും 2026-27 വർഷത്തെ പ്രതീക്ഷിത ബഡ്ജറ്റുമാണ് നേരത്തെ ഇവിടെ നഗരസഭയുടെ വൈസ് ചെയർമാൻ ഇവിടെ അവതരിപ്പിച്ചത്. നമുക്കറിയാം, ഏകദേശം 63 കോടി രൂപയോളം വരവും 73 കോടിയിൽ പരം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന വലിയൊരു ബഡ്ജറ്റിന് തന്നെയാണ് ഇപ്രാവശ്യവും നമ്മൾ രൂപം നൽകിയത്. നമ്മുടെ നഗരസഭയായി ഉയർത്തപ്പെട്ട് 48 വർഷങ്ങൾ പിന്നിട്ടിരിക്കുക, പഞ്ചായത്തിൽ നിന്ന് നഗരസഭയായി. ഈ 48 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ നഗരത്തിലെ ജനതയുടെ സ്വപ്ന പദ്ധതികളായ ഒട്ടേറെ പദ്ധതികൾ, ആ പദ്ധതികൾക്ക് ഉയർന്ന് കഴിയുവാൻ ഈ 48 വർഷങ്ങൾ കൊണ്ട് നമ്മുടെ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ബഡ്ജറ്റ് കാണുമ്പോഴും നമുക്കതിന്റെ വസ്തുത തെളിയിക്കുന്നത്. അവതരിപ്പിച്ച ബജറ്റ്, അതിന്റെ ചർച്ച ഏതാണ്? നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് ഈ നാടിന്റെ, ഷൊർണൂർ നഗരത്തിലെ മുഴുവൻ ആളുകളുടെയും ഒരു പ്രതീക്ഷയുടെ പുസ്തകമാണ്. ആ പ്രതീക്ഷയുടെ പുസ്തകം തുറന്നു വായിക്കുന്ന സമയത്ത് ആ ഒരു പ്രതീക്ഷയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള പദ്ധതികൾ ഉണ്ടായിരിക്കണമേ എന്ന് നമ്മൾ വളരെയധികം പ്രതീക്ഷിച്ചു. പക്ഷെ അത് ഉണ്ടായിട്ടില്ല എന്നത് വളരെയധികം വേദനയോടുകൂടി പറയുക. ഭരണസമിതി എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും എല്ലാവരും ഉൾപ്പെടുന്ന വൈസ് ചെയർമാനും ചെയർപേഴ്സണും ഓരോ കൗൺസിലർമാരും ഉൾപ്പെടുന്നതാണ് ഭരണസമിതി. പക്ഷെ എന്തെങ്കിലും അവതരിപ്പിച്ച ബജറ്റിൽ ഈ നാട്ടിലെ സാധാരണക്കാരനെ തൊടുന്ന രീതിയിലുള്ള യാതൊരു പദ്ധതികളും നടപ്പിലാക്കിയില്ല. അതൊന്നും ഇതിൽ കാണിച്ചിട്ട് പോകും. ആകെ ഉണ്ടായിട്ടുള്ളത് ഇതാണ്. ആ ബജറ്റ് പുസ്തകത്തിന്റെ കളറ് പോലും മാറ്റാൻ നഗരസഭ, അതിപ്പോ ഭരണസമിതി ആയിക്കോണമെന്നില്ല ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാർ, അതേ കളറ് മാത്രം, ചെറുത് ബിൽഡിംഗ് മാത്രം മാറ്റി. കഴിഞ്ഞ തവണ നഗരസഭയുടെ ബിൽഡിംഗ് ആണെങ്കിൽ ഇപ്രാവശ്യം നഗരസഭയുടെ ബിൽഡിംഗിന്റെ കൂടെ നമ്മുടെ ടൗൺ ഹാളിന്റെ ഫോട്ടോ കൂടി വെച്ചു. അതിനപ്പുറത്തേക്ക് പുതിയ ഒരു പുതുമ ഇതിൽ കാണാനില്ല. ഇത് ശരിക്കും പറയാം, നമുക്കിതൊരു മിച്ച ബജറ്റാണ്. ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കയ്യടിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം, പക്ഷെ ഈ ബജറ്റിൽ കയ്യടിച്ചാൽ നാട്ടുകാരെ നമ്മളെ പറഞ്ഞു. ബജറ്റിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി വിയോജിക്കാതെ അംഗീകരിക്കുന്നതായും അവർ പറഞ്ഞു. പ്രധാന പദ്ധതികൾക്കൊന്നും തുക വകയിരുത്തിയിട്ടില്ല. ടൗൺ ഹാൾ, കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിലേക്ക് പുതിയ വഴി എന്നിവയ്ക്കൊന്നും നീക്കിവെച്ച തുക തികയില്ല. വിദ്യാഭ്യാസത്തിന് ഇത്തവണ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടില്ലെന്ന് BJP കൗൺസിലർ EP നന്ദകുമാറും സിനി മനോജും പറഞ്ഞു. അവരുടെയും ശ്രദ്ധയിൽ പെടാതെ പോയിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം വിദ്യാഭ്യാസപരമായിട്ടുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എന്നുള്ള ഒരു കോളം കഴിഞ്ഞ ബജറ്റിൽ 39,41,800 രൂപ വകയിരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ വർഷം അതിൽ അവിടെ 0 രേഖപ്പെടുത്തി കാണുന്നത്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് അത്ര പ്രാധാന്യം ഇല്ല എന്ന ഒരു ചിന്ത കൊണ്ടാണോ ഇത്തരത്തിലൊരു തീരുമാനം വന്നതെന്നറിയില്ല. അതോട് വിട്ടുപോയതാണോ, മറ്റെവിടെയെങ്കിലും ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് വ്യക്തമാക്കിയാൽ നന്നായിരിക്കും. കൂടാതെ 211ാമത്തെ പ്രോജക്റ്റ് ആയിട്ടുള്ള SC/ST കുട്ടികൾക്കുള്ള പ്രോത്സാഹനം, അവരുടെ പഠന മികവിനുള്ള പ്രോത്സാഹനം, അതിനും 29,65,000 രൂപ കഴിഞ്ഞ തവണത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്തവണത്തെ ബജറ്റിൽ അതിൽ 0 രേഖപ്പെടുത്തി കാണുന്നത്. എല്ലാ 210 മുതൽ
213 വരെ എല്ലാതും ശൂന്യമായി കണ്ടതിനാൽ അതിലൊരു വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എല്ലാ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രോജക്റ്റുകളും ഇവിടെ ഒരു തുകയും വകയിരുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് വിപരീതമായിട്ടാണെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ അതിലെ ആശങ്ക എല്ലാ കൗൺസിലർമാർക്കും ദൂരീകരിക്കാൻ അത് സഹായിക്കും. ഇത്രയുമാണ് മറ്റ് കൗൺസിലർമാർ ചൂണ്ടിക്കാണിക്കാത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഷയമായി അവതരിപ്പിക്കാനുള്ളത്. കമ്മി ബജറ്റാണെന്നും നിത്യജീവിതത്തിന് ആവശ്യമുള്ളതൊന്നുമില്ലാതെ പ്രഖ്യാപനങ്ങൾ മാത്രമായ ബജറ്റിനോട് വിയോജിക്കുകയും ചെയ്തു. CK സൗമ്യ, VC സിന്ധു, C സന്ധ്യ, C രവീന്ദ്രൻ, CA മുഹമ്മദ് ആഷിഖ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് എന്തുകൊണ്ടും വളരെയധികം ശ്ലാഘനീയമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പദ്ധതികൾ മുടങ്ങി കിടക്കുന്നു എന്നൊക്കെ പറയുണ്ടായി. പക്ഷെ 2015-20 കാലഘട്ടത്തില് നമ്മുടെ ഓഫീസ് കെട്ടിടം കത്തിനശിച്ചു. അതുപോലെ തന്നെ 2 തവണ പ്രളയം വന്നു, 2 വർഷം തുടർച്ചയായ പ്രളയം, അതിനുശേഷം കോവിഡ്. ഇതിനൊക്കെ അതിജീവിച്ചിട്ടാണ് നമ്മൾ മുന്നേറിയിട്ടുള്ളത്. ഈ കാലഘട്ടത്തിലൊന്നും ഈ ദുരന്തബാധിതർക്ക് ഒരുവിധ സഹായവും നൽകാതിരുന്നിട്ടില്ല. എല്ലാ ആളുകളെയും ജനവിഭാഗങ്ങളെയും നല്ല രീതിയിൽ പരിരക്ഷിച്ചുകൊണ്ടാണ് ഈ നഗരസഭയുടെ ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളത്. ഓഫീസ് കെട്ടിടം കത്തിനശിച്ചു, പുതിയ ഓഫീസ് കെട്ടിടം ഇന്ന് നല്ല രീതിയിലാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഓഫീസ് കെട്ടിടമാണ് ഇന്ന് നമുക്ക് നിലവിലുള്ളത്. ഇനി അതിന്റെ അപ്സ്റ്റെയറിലുള്ള പണികളുണ്ട്. അടുത്ത വർഷം അതിന്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ കയ്യിൽ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കൊന്നുമില്ല. നമ്മളുണ്ട് ഒരു എന്താ പറയാ, വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആലംബന എന്ന് പറഞ്ഞ് വന്നിവിടെ നിൽക്കുന്ന ഭൂതമൊന്നുമില്ല. നമുക്ക് ഓരോ വർഷം പദ്ധതി വലിയ തുക വകയിരുത്തി അതിനനുസരിച്ചാണ് ചെലവുകൾ നടത്താൻ പറ്റുള്ളൂ. അപ്പൊ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, അതിന്റെ ഇടയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അതിന് നേരിടേണ്ട ഉത്തരവാദിത്വം മറ്റാരേക്കാളും നഗരസഭയ്ക്കാണുള്ളത്. ആ ദുരന്തത്തിന് നേരിടുകയും ജനങ്ങൾക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുകയും ചെയ്യുക എന്താ നഗരസഭയുടെ കർത്തവ്യമാണ്, കടമയാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി വളരെ നല്ല രീതിയിലാണ് നഗരസഭ ഇതിനെ നേരിട്ടിട്ടുള്ളത്. കോവിഡ് കാലഘട്ടത്തിൽ തെരുവിൽ അന്തിയുറങ്ങുന്നവരെ പുനരധിവസിപ്പിച്ച് ഹൈസ്കൂളിൽ 1 മാസത്തോളം പാർപ്പിക്കുകയുണ്ടായി. അന്ന് അവർക്ക് ബഹുമാനപ്പെട്ട കൗൺസിലേഴ്സ് പലരും അന്നത്തെ കൗൺസിലുള്ളവർ ഇവിടെ ഉണ്ട്. അവർക്ക് 3 നേരം ഭക്ഷണം നൽകിയിരുന്നത് നഗരസഭയാണ്. രോഗം പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നഗരസഭ അത്തരത്തിലൊരു മുൻകരുതൽ എന്ന നിലയിൽ അവരെ ഇവിടെ പുനരധിവസിപ്പിച്ച് ഭക്ഷണം നൽകി വന്നിരുന്നത്. വളരെ വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് അന്ന് നമ്മുടെ ഈ നഗരസഭ ഭരണസമിതിക്ക് അന്ന് ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓരോ ഘട്ടത്തിലും നഗരസഭയുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിലാണ് നടന്നു പോയിട്ടുള്ളത്. 2010-15 കാലഘട്ടത്തിൽ നമ്മുടെ കൃഷ്ണകുമാരേട്ടൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ഭരണസമിതിയിലും ബഹുമാന്യനായ കൗൺസിലർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ഇവിടെ ഒരു ജന്മം രജിസ്റ്റർ ചെയ്യുന്ന ആശുപത്രി ഇല്ല എന്ന് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നല്ല ഒരു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇത്രകാലം പണിയെടുത്ത ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന പദവിയിൽ ഇരുന്നിട്ടും നമുക്കിത് സാധിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അതുപോലെ തന്നെ എല്ലാ വിധത്തിലും നമ്മൾ കൂട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ എന്തും നടക്കുള്ളൂ. നമ്മുടെ മാത്രം ഒരു കുറ്റമല്ലാതെ. അതുപോലെ തന്നെ IP ആരംഭിക്കാൻ വേണ്ടി ശുചീകരണ തൊഴിലാളികളുടെ കുറവുണ്ട് എന്ന് അറിയിച്ചതിനെ തുടർന്ന് 2-3 പ്രാവശ്യമായി അവിടെ മീറ്റിംഗ് കൂടി നമ്മളവിടെ ശുചീകരണ തൊഴിലാളികളെ കൊടുക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അത് ആളുകളെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശുചീകരണ തൊഴിലാളികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ IP ഓപ്പൺ ചെയ്യാനാണ് ഡോക്ടർ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സാധാരണ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ടോക്കൺ എമൗണ്ട് എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഇപ്പൊ നമ്മൾ വെച്ചിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന MLA തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MLA ഫണ്ടും MP ഫണ്ടും എല്ലാം നമുക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. അതെല്ലാം ലഭിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നമ്മുടെ നഗരസഭാ ഭരണം മുന്നോട്ട് പോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ ജനങ്ങളുടെ വികസനം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇതിൽ കക്ഷി രാഷ്ട്രീയ ഭേദം ഒന്നുമില്ല. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കിവിടെ തടസ്സം എന്ന് പറയുന്നത് ഫണ്ട് മാത്രമാണ്. ഫണ്ടിന്റെ ലഭ്യതയുണ്ടെങ്കിൽ ഏത് കാര്യം നിങ്ങൾ ആവശ്യപ്പെട്ടാലും അത് സർക്കാരിന്റെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ളതാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഇവിടെ നമ്മൾ ബഡ്ജറ്റും അതുപോലെ തന്നെ പദ്ധതി പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകും. ഒരു
ഷൊർണൂരിന്റെ സുസ്ഥിര വികസനം എന്ന കാഴ്ചപ്പാട് തന്നെയാണ് ഈ ഭരണസമിതിക്കുള്ളത്. യുവാക്കളെയും കുട്ടികളെയും യുവതികളെയും അതുപോലെ തന്നെ വൃദ്ധരെയും, അത് നിങ്ങൾക്കറിയാലോ, ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള നഗരസഭയാണ് ഏജ് ഫ്രണ്ട്ലി നഗരസഭ. അവർക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും നമ്മൾ പരമാവധി ചെയ്തു കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് ഈ പ്രാവശ്യം നമ്മൾ വയോജനങ്ങളുടെ വാർഡ്സഭ വിളിക്കുകയും അവർക്ക് വേണ്ട ആവശ്യങ്ങൾ കണ്ടെത്തി അത് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ട എല്ലാവിധ കരുതലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ജനറൽ വിഭാഗത്തിനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണ്ടാവുന്ന ഒരു കൗൺസിലർ ഇവിടെ പറയുന്നില്ല. എല്ലാ വാർഡിലേക്കും ജനറൽ ഫണ്ട് നമ്മുടെ വികസന വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് നൽകേണ്ടതായി വരുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ആ തുക വകയിരുത്താതെ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് പല പ്രവർത്തനങ്ങളും നമുക്ക് ഇവിടെ നടത്താൻ കഴിയാത്തത്. ജനറൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നഗരസഭയുടെ മറ്റ് മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളെല്ലാം നല്ല രീതിയിൽ നമുക്ക് ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കും. ഇനിയും തുടർന്നും നല്ല വിധത്തിൽ പദ്ധതികൾ മുന്നോട്ട് പോയി നമ്മുടെ ഷൊർണൂർ നഗരസഭയുടെ നല്ല രീതിയിലുള്ള വികസനമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. നഗരസഭാ വൈസ് ചെയർമാൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് വളരെയധികം സ്വാഗതാർഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.